ഫാദർ അജി പുതിയാപറമ്പിൽ എഴുതുന്നു, പ്രസാദഗിരി പള്ളിയിലെ പ്രശ്നങ്ങളിൽ പ്രതികളെ പ്രഖ്യാപിക്കുവാനുള്ള പരിശ്രമങ്ങളാണ് പലയിടത്തും നടക്കുന്നത്. ചിലർ പറയുന്നു ജെറിനച്ഛനാണ് പ്രശ്നക്കാരൻ, മറ്റു ചിലർ പറയുന്നു ജോണച്ഛനാണ് കുഴപ്പക്കാരൻ. ഇവർ രണ്ടുപേരുമല്ല, അവിടെയുള്ള അൽമായരാണ് പ്രതികളെന്ന് വേറെ ചിലരും പറയുന്നു. എന്തായാലും മാധ്യമങ്ങൾക്ക് വിരുന്നും സഭാമക്കൾക്ക് കണ്ണീരും സമ്മാനിച്ച ദിനങ്ങളാണ് കടന്നുപോയത്. ഒന്നുകിൽ അവനല്ലെങ്കിൽ ഇവൻ എന്ന രീതിയിൽ നെറ്റിസൺസും സിറ്റിസൺസും ചൂടുള്ള ചർച്ചകളുമായി അരങ്ങു വാഴുന്നുണ്ട്. വീടിന് തീ പിടിച്ചാൽ തീയും പുകയും മാത്രമേ നമ്മുടെ കൺമുമ്പിലുണ്ടാവൂ. സ്വാഭാവികമായും മുഴുവൻ പഴിയും തീയും പുകയും ഏറ്റുവാങ്ങേണ്ടി വരും. അതാണ് നാട്ടുനടപ്പ്. എന്നാൽ തീപ്പന്തമെറിഞ്ഞവർ കാണാമറയത്തിരുന്ന് ഊറിച്ചിരിക്കുന്നുണ്ടാകും. പിന്നീട് പൊള്ളലേറ്റവരെ സന്ദർശിച്ചും അതിന്റെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചും അവർ പൊതുസമൂഹത്തിന്റെ കയ്യടിയും നേടും. നിലവിലെ തീ അണയുമ്പോൾ പുതിയ സ്ഥലത്ത് പുതിയ രീതിയിൽ ഈ പ്രക്രിയ ആവർത്തിക്കും. അപ്പോഴും തീയും പുകയും മാത്രമായിരിക്കും പ്രതികൾ, തീപ്പന്തമാവില്ല. അയൽവാസികളും അടുപ്പക്കാരുമായിരുന്ന ജെറിനച്ഛനോ ജോണച്ഛനോ പ്രസാദഗിരിയിലെ ജനങ്ങളോ അല്ല ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നക്കാർ. അവർ ഇരകൾ മാത്രമാണ്, പാവം മനുഷ്യർ. ആരാണ് അവരുടെ മനസ്സിൽ ഭിന്നതയുടെ വിത്ത് വിതച്ചത്? ആരാണ് സീറോ മലബാർ സഭ എന്ന വീടിന് തീ വെച്ചത്? വിശ്വാസികൾ ആഴത്തിൽ ചിന്തിക്കണം. മെത്രാന്മാരാവട്ടെ എത്രയും വേഗം ആത്മപരിശോധന നടത്തുകയും വേണം. ഇനിയും വൈകരുത്.